നടനും BJP നേതാവുമായ ജി കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസ്. മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് കേസെടുത്തത്. അവര് ഞങ്ങളെ കൊണ്ട് കസ്റ്റഡി വെച്ചിരിക്കുന്ന പോലെയായിരുന്നു. അവിടെ പോലീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് പോലീസാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അയാളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഓരോന്നും ചെയ്തത്. എന്നാ പിന്നെ ഞാൻ മറ്റേത് ഏത് ദിയയുടെ വല്ലാത്തൊരു പ്രത്യേകത ഒരു സ്വഭാവമാണ്. അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എപ്പോഴും ഏതിനും നമ്മുടെ വീട്ടുകാരെയും എല്ലാവരെയും വലിച്ചേർക്കുകയും പിന്നെ നമ്മളെ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ്, അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത്. ഓ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. ഇവർ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ്, ഇവർ നമ്മളെ പോലെയല്ല, ഇവരെ കൾച്ചർ വേറെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മളെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് അധിക്ഷേപിക്കുന്നതിന്റെ റെക്കോർഡ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്ത് സുഖം കിട്ടുന്നത്? അവരെ വിശ്വസിച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വേരിയേഷൻ കാണുന്നുണ്ട്. കാരണം വരവും സ്റ്റോക്കും തമ്മിൽ മാച്ച് ആവുന്നില്ല. അപ്പോൾ അത് ചോദിച്ചപ്പോഴത്തേക്ക് ആണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ കണക്കെല്ലാം എടുത്തു നോക്കി 69 ലക്ഷം രൂപയാണ് പോയിരിക്കുന്നത്. നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട് വിവാദത്തിൽ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. പണം അപഹരിച്ചുവെന്ന് ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ സമ്മതിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയാൽ നിങ്ങൾ മൂന്നുപേരും ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത്? എല്ലാ പൈസയും ഡിവൈഡ് ചെയ്താണ്. എങ്ങനെ ഇരിക്കണം? എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. എന്താണ് ചെയ്യുന്നത്? സ്കാനർ വേറെ നിങ്ങളുടെ സ്കാനർ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ. പ്രേക്ഷകരെ, ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ വെക്കണം, ടിങ് ടിങ് അടിക്കണം.